കേരളത്തിലെ വനാതിർത്തികളിൽ അതിജീവിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരെയാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രതിപട്ടികയിൽപ്പെടുത്തി വിചാരണ ചെയ്യുന്നത്. ഇതിനെതിരെ മലയോര മേഖലയിലെ കർഷകർ തങ്ങളുടെ അനുഭവം പങ്കുവച്ച് രംഗത്തെത്തി. ഗർഭിണിയായ ആനയെ കൊന്നു, കൊടും ക്രൂരത, മനുഷ്യനെന്ന പരാജയം എന്നു തുടങ്ങിയ വാക്കുകൾ ഇന്നലെ മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. കർഷകരെ പ്രതിക്കൂട്ടിലാക്കുന്ന വാചകങ്ങളാണ് ഇവയിൽ ഏറെയും. എന്നാൽ കർഷകരെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. കൊടും ക്രൂരതയുടെ നേർക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ഘോരഘോരം എഴുതുന്ന മൃഗസ്നേഹികളോട് നിങ്ങൾക്ക് മുൻപിൽ ഞാനൊരു ഓഫർ വയ്ക്കാം. നിങ്ങൾ വസിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഞങ്ങൾ വസിക്കുന്ന മലമേടുകളിലേക്ക് ഇറങ്ങി വരിക. അതിനൊരു സ്ഥലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പക്കലുണ്ട്. പൊതുവിപണിയിലെ വിലയേക്കാൾ താഴ്ത്തിത്തരാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ ഞങ്ങളിൽ ഒരുവനായി സഹവസിച്ചിട്ട് നിങ്ങളുടെ നിലപാടുകൾ ഇതുതന്നെയാണ് എങ്കിൽ മലയോര ജനത നിങ്ങളെ ശ്രവിക്കും എന്നാണ് കർഷകരെ പിന്തുണച്ച് ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആനയെ പടക്കം വെച്ച് കൊല്ലുന്നവർ എബോളയും കൊറോണയും വന്ന് ചാകണമെന്ന് സോഷ്യൽ മീഡിയ വഴി പലരും പങ്കുവച്ചു. ഇവർ മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മനസാക്ഷി മരവിക്കാത്തവരെന്ന് കരുതുന്നവരും ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഒരു സ്റ്റഡി ടൂർ നടത്തണം. ഉഗാണ്ടയിലും ആഫ്രിക്കയിലും ആമസോണിലേക്കുമല്ല, കേരളത്തിന്റെ കുടിയേറ്റ ഗ്രാമങ്ങളിലേക്ക്. കുടിയേറ്റ കർഷകർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും നേരിട്ട് കാണണം. കാട്ടിലെ മൃഗങ്ങളെ കുറ്റം പറയുന്നില്ല, അവരും പട്ടിണിയിലാണ്. മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെല്ലാം തേക്കും യൂക്കാലിയും ചന്ദനവും വെച്ച് നശിപ്പിച്ചത് പാവപ്പെട്ട കൃഷിക്കാരല്ല, വനംവകുപ്പാണ്. വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രതിസന്ധികളും നിയമക്കുരുക്കുകളും ഒന്ന് പഠിക്കണം. സ്വന്തം പറമ്പിൽ വളരുന്ന ഒരു മരം സ്വന്തമായ ഒരു വീട് തട്ടിക്കൂട്ടുമ്പോൾ പോലും മുറിക്കാൻ അനുവാദമില്ലാത്തവരെക്കുറിച്ച്. അതെ, ജീവിക്കാൻ വേണ്ടിയാണ് സാർ, മറ്റൊരു ഇടമില്ലാത്തതുകൊണ്ടാണ് സാർ. കാട്ടുപന്നിയും കാട്ടാനയും രാജവെമ്പാലയും വിസിറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ മക്കളുമായി അന്തിയുറങ്ങുന്നത്. ഷെക്കിന ന്യൂസ് ബ്യൂറോ, ഇടുക്കി.